ഹായ് മക്കളെ, SSLC IT മിഡ് ടേം എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണോ നിങ്ങൾ? എന്നാൽ പേടിക്കേണ്ട ഒരാവശ്യമില്ല. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സാറ് പറഞ്ഞുതരാം. അപ്പോൾ ഒക്ടോബർ 21 മുതൽ നവംബർ 14 മുന്നേ ആയിട്ടാണ് നമ്മളുടെ IT എക്സാംസ് എല്ലാം കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള ഡിവിഷൻ അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്കൊരു അലോട്ടഡ് സ്ലോട്ട് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അന്നായിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ എന്നാണ് നിങ്ങളുടെ ഡേറ്റ്, എക്സാമിൻ്റെ ഡേറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ എക്സാം 2 പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു തിയറി പാർട്ടും ഉണ്ടായിരിക്കും, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ പാർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ തിയറി പാർട്ടിൽ തന്നെ 2 സെക്ഷൻ ഉണ്ടായിരിക്കും. അതായത് സെക്ഷൻ 1 10 ക്വസ്റ്റ്യൻ ആയിരിക്കും. 10 ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസ് വീതമായിരിക്കും. അപ്പോൾ 4 ഓപ്ഷനിൽ നിന്ന് ഒരു കറക്റ്റ് ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കേണ്ടി വരും. ഓരോ ക്വസ്റ്റ്യനും 1/2 മാർക്ക് വെച്ചിട്ട് 10 ക്വസ്റ്റ്യന് 5 മാർക്കായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കാം. അതേപോലെ സെക്കൻഡ് സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ 5 ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 5 ഓപ്ഷൻ ഉണ്ടായിരിക്കും. 5 ഓപ്ഷനിൽ ഓരോ ക്വസ്റ്റ്യനിലും എന്തുണ്ടായിരിക്കും, 2 കറക്റ്റ് ആൻസർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് ഏറ്റവും ഉചിതമായിട്ടുള്ള 2 കറക്റ്റ് ആൻസറുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യണം. ഒരു കറക്റ്റ് ആൻസർ മാത്രം സെലക്ട് ചെയ്താൽ പോരാ, 2 കറക്റ്റ് ആൻസർ എന്ത് ചെയ്യണം, നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അവിടെ 1 മാർക്കാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും 1/2 മാർക്ക് വെച്ചിട്ട് 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻ, അങ്ങനെ 5 5 10 മാർക്കായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക, നിങ്ങൾക്ക് തിയറി എക്സാമിന് ഉണ്ടായിരിക്കുക. ഇനി പ്രാക്ടിക്കൽ എക്സാമിനോ? ഇനി പ്രാക്ടിക്കൽ എക്സാമിന് നമുക്ക് 6 ചാപ്റ്റർ അല്ലടാ മൊത്തത്തിലുള്ള 6 ചാപ്റ്ററുകളിൽ 5 ചാപ്റ്ററുകളാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഉണ്ടായിരിക്കുക. ഏതൊക്കെയാണ്? ഡിസൈൻ ഫാക്ടറി, പത്രത്താൾ ഒരുക്കം, കമ്പ്യൂട്ടർ ഭാഷ, വെബ് പേജ് ഡിസൈനിങ് ആൻഡ് റോബോട്ടുകളുടെ ലോകം. അപ്പം നമ്മളുടെ സാധാരണ എക്സാം നടക്കുന്ന പോലെയല്ല നമ്മളുടെ IT എക്സാം നടക്കുന്നത്. അത് നമ്മൾ കമ്പ്യൂട്ടർ ലാബിൽ പോയിട്ട് അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലായിരിക്കും എക്സാംസ് നടക്കുന്നത്. നമ്മൾ സാധാരണ എക്സാം പെന്നും പേപ്പറൊക്കെ വെച്ചിട്ട് എഴുതുന്നതിന് പകരം ഇവിടെ ഒരു IT എക്സാം ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ എക്സാം എഴുതുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ആ ഒരു വിൻഡോയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ സെക്ഷൻ എന്തായാലും തിയറി എക്സാംസ് ആയിരിക്കും. ആദ്യത്തെ 10 ക്വസ്റ്റ്യനും പിന്നെ ഒരു 5 ക്വസ്റ്റ്യനും തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് ഇങ്ങനെ കടന്നു പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ഡിസൈൻ ഫാക്ടറി എന്നുള്ള 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. എങ്ങനെയാണ് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള പോസ്റ്ററോ അല്ലെങ്കിൽ ഏത് ചിത്രമാണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ തന്നിട്ടുള്ളത് അതെന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും, പത്രത്താൾ ഒരുക്കുക എന്നുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും. അപ്പോൾ ആ ചാപ്റ്ററിന് ഇതേപോലെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന, ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് കമ്പ്യൂട്ടർ ഭാഷയും വെബ് പേജ് സ്റ്റൈലാക്കുക എന്നുള്ള 2 ചാപ്റ്ററിൽ നിന്ന് കൂടി 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. അതുപോലെ തന്നെ റോബോട്ടുകളുടെ ലോകം കുറച്ച് വ്യത്യസ്തമായിരിക്കും എക്സാം ഉണ്ടാവുക. അതായത് അത് അർഡോയിനോ അല്ലെങ്കിൽ ആ ഒരു ബോർഡും അതിൻ്റെ കമ്പോണൻസ് ഒക്കെ വെച്ച് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടി വരും. അതായത് അത് കമ്പ്യൂട്ടറിലായിരിക്കില്ല ചെയ്യേണ്ടി വരിക, അത് അതിൻ്റെ ബോർഡുകളും അതിൻ്റെ സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ച് എക്സ്റ്റേണൽ സഹായത്തോടു കൂടിയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരിക, ഈ അവസാന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു 4 ക്വസ്റ്റ്യനിലും ഓരോ ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യൻ വീതം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഈ ഓരോ 2 ക്വസ്റ്റ്യനും സെലക്ട് ചെയ്ത് മൊത്തം 4 ക്വസ്റ്റ്യനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് IT സബ്ജക്റ്റ് മാത്രമല്ല ബാക്കി സബ്ജക്റ്റുകളും കൃത്യമായിട്ട് പഠിച്ച് ഒരു ഫുൾ A+ലേക്ക് എത്താനുള്ള എല്ലാ കണ്ടന്റുകളും കാര്യങ്ങളും നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മക്കളെ, 10 A+ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു A+ എന്ത് വേണം, IT തന്നെ വേണം. അപ്പോൾ IT ആണ് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് A+ കിട്ടാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ബാക്കി ഒരു A+ ഒക്കെ കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ മനഃപ്പാഠം പഠിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ IT അത്ര കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു A+ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളെ, ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ വീഡിയോസ് നമ്മൾ പ്രീ ബൂസ്റ്റർ ബാച്ച് സബ്സ്ക്രിപ്ഷൻ എടുത്ത എല്ലാ കുട്ടികൾക്കും നമ്മൾ ആപ്പിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഫോം ഫില്ല് ചെയ്താൽ മതി, നമ്മളെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ IT മാർക്ക് വാങ്ങുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റുകളും പഠിച്ച് ഉന്നത മാർക്കും ഫുൾ A+ലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു ബാച്ചിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്.
എടാ ഈ 10 A+ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു A+ ആണ് IT A+. അതൊരു കാരണവശാലും നിങ്ങൾ വിട്ട് കളയരുത്. ഈ 6 ചാപ്റ്റർ ആകെ പഠിക്കാനുള്ളൂ. 6 ചാപ്റ്ററിൽ നിന്ന് കുറച്ച് തിയറിയും അതേപോലെ തന്നെ 5 ചാപ്റ്ററിലാണ് പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ ആ ഒരു 5 എക്സ്പെരിമെൻറ്റും അതിന് ഓരോരോ ചാപ്റ്ററിനും ഓരോരോ ടൂൾസ് ഉണ്ട്. ഇങ്ക്സ്കേപ്പും സ്ക്രൈബേഴ്സ് ഒക്കെ പോലുള്ള ഓരോരോ ടൂൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുക, എങ്ങനെ ഓപ്പൺ ചെയ്യുക, എങ്ങനെയാണ് അതിൽ വേണ്ടിയിട്ടുള്ള ഇമേജസ് ആവട്ടെ അല്ലെങ്കിൽ പോസ്റ്റർ ആവട്ടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് IT A+ വാങ്ങാൻ പറ്റും. മക്കളെ, നിങ്ങൾക്ക് IT കുറിച്ച് ഒരു പേടിയും വേണ്ട. IT നമ്മുടെ കയ്യിൽ സുരക്ഷിതം. IT A+ നിങ്ങൾ ഉറപ്പിച്ചോ. IT ഈ ഒരു കുറച്ച് ചാപ്റ്റേഴ്സും കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും A+ കിട്ടും. ആൻഡ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അതേപോലെ തന്നെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട. അതിൻ്റെ ഫോം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.